അപ്പോൾ നമുക്ക് ഇന്നത്തെ വാർത്താ ദിവസം തുടങ്ങാമല്ലേ? ഒരുപാട് വാർത്തകൾ നമ്മുടെ മുൻപിലുണ്ട്. ഏതായാലും ആദ്യം നമ്മുടെ മുൻപിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മുടെ നാടിനെ അപമാനിച്ച സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും വാക്കുകൾ നമ്മുടെ മുൻപിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ പ്രതിഷേധം ആ വാക്കുകൾക്കെതിരെ നാട്ടിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും മൗനം പാലിക്കുകയാണ് UDF നേതൃത്വം. എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ, കേരളത്തെ ഒന്നടങ്കം അപമാനിച്ച ഓരോ മലയാളിയുടെയും ആത്മാഭിമാനം ചോദ്യം ചെയ്ത വിഷയത്തിൽ എന്തുകൊണ്ട് UDF നേതൃത്വം മൗനം പാലിക്കുന്നു? ഒരു വാക്ക് പോലും കേന്ദ്രമന്ത്രിമാർക്കെതിരെ അവർ പറയാതിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം നിൽക്കുകയാണ്. ഇവിടെ BJP നേതാക്കളാണ് കേരളത്തെ അപമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണോ കോൺഗ്രസ് UDF നേതാക്കൾ മറുപടി പറയാതെ, അതല്ലെങ്കിൽ ആ വിഷയം ഏറ്റെടുക്കാതെ നിൽക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം കൂടി നമ്മുടെ മുൻപിൽ ഈ ഘട്ടത്തിൽ ചർച്ചയായി വരുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധമുയർന്നു. വ്യക്തമായ മറുപടി പറയാനാകാതെ കേരളത്തിലെ BJP നേതൃത്വം പ്രതിരോധത്തിലാണ്. ഇടതുപക്ഷം പാർലമെന്റിൽ ശക്തമായി ഉന്നയിച്ചിട്ടും വിഷയം ഏറ്റെടുക്കാതെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാടും സജീവ ചർച്ചയാവുകയാണ്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം, ഷീജയോട് ചോദിക്കാം എന്താണ് പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടിന് പിന്നിലെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, ഞാനും ഷീജയും അടക്കമുള്ള ഓരോ മലയാളിയുടെയും ആത്മാഭിമാനത്തെയാണ് സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ജോർജ് കുര്യനും ചോദ്യം ചെയ്തത്. വലിയ പ്രതിഷേധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട്. വലിയ തോതിൽ അത് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് UDF കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പുലർത്തുന്ന അസാധാരണമായ മൗനമാണ്. ഇന്നലെ പാർലമെന്റിൽ വിഷയം ഇടതുപക്ഷം ഉന്നയിച്ചിട്ടും അതിൽ തൊടാൻ UDF MPമാർ തയ്യാറാകാതെ നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായിരിക്കാം അവരുടെ ഈ മൗനത്തിന് പുറകിൽ? മനു, തീർച്ചയായും ഇതിൽ രണ്ട് തരത്തിലാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. ഒന്ന്, കേന്ദ്രത്തിൻ്റെ ബജറ്റ്, ആ ബജറ്റിൽ സംസ്ഥാനത്തെ പൂർണ്ണമായും തഴഞ്ഞു എന്നുള്ളതാണ്. ആ രീതിയിൽ കേരളത്തിലെ BJP നേതാക്കളടക്കം വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവനകൾ വരുന്നത്. അതും കേരളത്തെ തീർത്തും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എതിരെയുള്ളൊരു പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി യുവജന സംഘടനകളുടെയും സ്ത്രീകളുടെയും നേതൃത്വത്തിൽ അപ്പോൾ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ കേന്ദ്രമന്ത്രിമാർക്കെതിരെയുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഇടതുപക്ഷത്തിന്റെ MP സന്തോഷ് കുമാറാണ് വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള MPമാർ ആ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം സഭയ്ക്കുള്ളിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. പുറത്തിറങ്ങിയും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിൽ കാണേണ്ടത്, സംസ്ഥാനത്ത് നിന്നും പോയിട്ടുള്ള UDFന്റെ MPമാരുണ്ട്. അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ സഭയ്ക്കുള്ളിലോ സഭയ്ക്ക് പുറത്തോ അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ കേരളത്തിൽ നിന്നുള്ള UDFന്റെ MPമാർ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും എന്തെങ്കിലും പ്രതിഷേധങ്ങൾ BJPക്കെതിരെയാണ് ഉയർത്തേണ്ടതെങ്കിൽ അതിൽ മൗനം സ്വീകരിക്കുന്ന UDF MPമാരുടെ സ്ഥിരം പല്ലവി അത് ഈ വിഷയത്തിലും കേരളത്തിനെതിരായിട്ടുള്ള അവഗണനയിലും കേരളത്തിനെതിരായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനയ്ക്കെതിരെയും ഉയർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണേണ്ടത്. BJPക്കെതിരെ എവിടെയൊക്കെ ശബ്ദമുയർത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ അവിടെയൊക്കെ നിശബ്ദത പാലിക്കുന്ന ഒരു സമീപനം ഇപ്പോഴല്ല, നേരത്തെ തന്നെ UDF സ്വീകരിച്ചു വരുന്നൊരു സമീപനമാണ്. അത് ആ രീതിയിൽ തന്നെ ഇപ്പോൾ കേന്ദ്ര ബജറ്റിന്റെയും ഈ മന്ത്രിമാരുടെ പരാമർശം സംബന്ധിച്ചുള്ള വിഷയത്തിലും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാനുള്ളത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് BJPയുടെ ഒരു നിലവിലത്തെ ഒരു അവസ്ഥയും കൂടി പറയേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ BJP ഇപ്പോൾ ആകെപ്പെട്ട ഒരു അവസ്ഥയിലാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള BJPക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിട്ട് പോലും കേരളത്തിന് അർഹമായ രീതിയിൽ ഒന്നും തന്നെ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു രീതിയിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെ പ്രസ്താവന കൂടി വരുന്നത്. ഈ പ്രസ്താവന കൂടി വന്നപ്പോൾ തീർത്തും കേരളത്തിലെ BJP നേതാക്കൾ പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ പ്രതികരണം ആരായുമ്പോൾ പോലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്നലെ പാർലമെന്റിൽ ഇടതുപക്ഷം ഈ വിഷയം ഉയർത്തി, ലോക്സഭയിൽ CPIM ഇത് ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന UDF MPമാർ ആരും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാനോ, സാധാരണഗതിയിൽ എല്ലാ വിഷയത്തിലും പാർലമെന്റിൽ വലിയ ബഹളങ്ങൾ നടക്കാറുള്ളതാണ്, അതിനൊന്നും ശ്രമിച്ചില്ല. അവരെല്ലാവരും മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കേവലം രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽപ്പെടുത്തിയാണോ UDF ഈ വിഷയത്തെ കാണുന്നത്? ഇത് LDF ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനമായിട്ട് കണ്ടാൽ മതി എന്ന ഏറ്റവും വില കുറഞ്ഞ നിലപാടാണ് UDF ഇതിൽ സ്വീകരിക്കുന്നത്.
തീർച്ചയായും മനു, അത് അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം യു ഡി എഫിൻ്റെ എം പിമാർ അല്ലെങ്കിൽ യു ഡി എഫ് പൊതുവെ സ്വീകരിക്കുന്ന ഒരു സമീപനം അത് ആ രീതിയിൽ തന്നെയാണ്. കാരണം കേരളം നിരവധി തവണയാണ് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ ഉള്ളൊരു സാഹചര്യത്തിൽ കേരളം ഒന്നടങ്കം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും, അതായത് കേന്ദ്രത്തിൽ ദില്ലിയിലെത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ സംസ്ഥാനത്ത് നിന്നും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷത്തിന്റെ സഹകരണം കൂടി ഇതിൽ ആവശ്യമാണ് എന്നുള്ള കാര്യം. പക്ഷെ അപ്പോഴും അവർ ഇടതുപക്ഷത്തിനൊപ്പം ഒരു സമരം കേന്ദ്രത്തിനെതിരെ നടത്താൻ തയ്യാറല്ല എന്നൊരു സമീപനമായിരുന്നു. അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ള അവഗണനയിലും ഈ കേന്ദ്രമന്ത്രിമാരുടെ പരാമർശത്തിലും ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയം രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ എം പിമാർ ഉന്നയിക്കുമ്പോൾ തീർത്തും മൗനം സ്വീകരിക്കുന്ന ഒരു സമീപനം, അത് കേരളത്തിൽ നിന്നും ഇവരെ തെരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് വിട്ടവർക്കുള്ള അവരെ പോലും ആ കേരളത്തിലെ ജനതയെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു യു ഡി എഫിന്റെ എം പിമാരുടെ ഒരു സമീപനം എന്നുള്ളത് എടുത്തു പറയേണ്ടത് കൂടിയാണ്. അത് അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം, അതായത് കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ കേന്ദ്രത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ അവരുടെ അതേ നിലപാട് തങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ളൊരു ശാഠ്യമാണ് ഇതിന് പിന്നിൽ. അതിലൊരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെ ഒരു മൃദു സമീപനം മാത്രമാണ് യു ഡി എഫ് സ്വീകരിച്ചു പോകുന്നത്. അത് ഈ വിഷയത്തിലും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്തും പുറത്തും ഒക്കെയായി കാണാൻ സാധിച്ചത് മനു.